എല്ലാവർക്കും ദീപാരാധന ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീരാമന്റെ കഥകൾ മടികൂടാതെ ഇനിയും മധുരസ്വരത്തിൽ പറയുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അയോധ്യാകാന്ഡത്തിലേക്ക് നാം കടന്നു ചെല്ലുന്നത്. പരശുരാമന്റെ ഗർവ്വ് ശമിപ്പിച്ച് മാതാപിതാക്കളോടും സഹോദരന്മാരോടും ഗുരുജനങ്ങളോടും സീതയോടും കൂടി ശ്രീരാമൻ അയോധ്യയിലേക്കെത്തുന്നു. ശിവൻ രാമകഥ പാർവതിക്ക് പറഞ്ഞുകൊടുക്കുന്നതായിട്ടാണ് ആദ്യ ഭാഗമായ ബാലകാണ്ഡത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ആ വീഡിയോ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലുമുണ്ട്. രാമകഥ ശിവൻ പാർവതിക്ക് പറഞ്ഞുകൊടുത്തപ്പോൾ രാമകഥാശ്രവണത്തിൽ ആനന്ദത്താൽ ആറാടിയ പാർവതി സമ്പൂർണ്ണ ഭക്തിയോടെ ഭർത്താവിന്റെ പാദം പ്രണമിച്ച് ഇപ്രകാരം പറഞ്ഞു: രാമകഥകൾ ജീവിതകാലം മുഴുവൻ കേൾക്കുന്ന ഒരുവന് മുക്തി ലഭിക്കും. പാർവതിയുടെ വാക്കു കേട്ട് ശിവൻ രാമകഥാകഥനം തുടർന്നു. ഒരു ദിവസം സീതയുമായി ശ്രീരാമൻ അന്തഃപുരത്തിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂലോകസഞ്ചാരിയായ നാരദൻ കൊട്ടാരത്തിലേക്ക് വന്നു. ശ്രീരാമൻ സംഭ്രമത്തോടെ നാരദനെ കണ്ടെഴുന്നേറ്റു നമസ്കരിച്ചു. നാരദന്റെ വരവിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ചോദിച്ചു. നാരദൻ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. ശേഷം നാരദൻ പറഞ്ഞു: സീതാദേവിയോടൊപ്പം ആനന്ദകരമായ ജീവിതം നയിക്കുന്നതിനിടയിൽ ദേവഗണങ്ങളുടെ പ്രാർത്ഥന മറന്നു പോകരുത്. രാജാവായി അവരോധിക്കാൻ ദശരഥൻ ഒരുങ്ങുന്നുണ്ട്. അതിന് രാമൻ തയ്യാറായാൽ അവതാര ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയാതെ വരും. മനുഷ്യനായതിനാൽ ഇക്കാര്യം മറക്കാനും ഇടയുണ്ട്. രാമനോട് പ്രജകൾക്കുള്ള സ്നേഹാദരവുകളെ കുറിച്ച് ദശരഥൻ തന്റെ കുലഗുരുവായ വസിഷ്ഠനോട് പറഞ്ഞു. ദശരഥന് വയസ്സായിക്കൊണ്ടിരിക്കുന്നു. രാജ്യം മൂത്തപുത്രനെ ഏൽപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി ഒരു ശുഭമുഹൂർത്തം കണ്ടെത്തുവാൻ രാജാവ് തന്റെ കുലഗുരുവിനെ നിയോഗിച്ചു. അടുത്ത ദിവസം തന്നെ അഭിഷേകം നടത്താൻ തീരുമാനിച്ചു. ഈ സമയം ഭരതശത്രുഘ്നന്മാർ അവരുടെ അമ്മാവനെ കാണുവാൻ കേകയ രാജ്യത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവർ വരാൻ കാത്തിരിക്കേണ്ട എന്ന് ദശരഥൻ വസിഷ്ഠനെ അറിയിച്ചതിനെ തുടർന്ന് അഭിഷേകത്തിനു വേണ്ട സാധനങ്ങൾ സംഭരിക്കാൻ ആരംഭിച്ചു. അഭിഷേകത്തെക്കുറിച്ച് രാമനെ അറിയിക്കുന്നത് വസിഷ്ഠനാണ്. അയോധ്യാധിപനായ ദശരഥൻ സത്യസന്ധനാണ്. അദ്ദേഹം കൈകേയിക്ക് വശഗതനുമാണ്. കൈകേയിയുടെ മനസ്സ് എപ്രകാരം ചിന്തിക്കും എന്നതിനെ കുറിച്ച് പറയാൻ കഴിയില്ല. എല്ലാം ദുർഗയായ ഭഗവതി തുണക്കട്ടെ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണ് കൗസല്യ. ഈ സമയത്ത് ദേവന്മാർ രാമാഭിഷേക വിഘ്നം വരുത്തുവാൻ സരസ്വതി ദേവിയെ കണ്ട് അഭ്യർത്ഥിക്കുന്നു. കൈകേയിയുടെ വിശ്വസ്തയായ തോഴിയാണ് മന്ദര. അവളുടെ നാവിൽ വസിച്ച് കൈകേയിക്ക് കുതന്ത്രങ്ങൾ പറഞ്ഞുകൊടുത്ത് അഭിഷേകം മുടക്കണമെന്നാണ് ദേവന്മാർ അപേക്ഷിച്ചത്. കൂനുള്ള വൃദ്ധയായ സ്ത്രീയാണ് മന്ദര. അവർ കൈകേയിക്ക് സമീപമെത്തിയപ്പോൾ രാജ്യം മുഴുവൻ അലങ്കരിക്കുവാൻ എന്താണ് കാരണമെന്ന് കൈകേയി ചോദിച്ചു. രാമന് നാളെ അഭിഷേകമുണ്ടെന്നും രാമൻ രാജാവായാൽ നീ കൗസല്യയുടെയും ഭരതൻ രാമന്റെയും ദാസവൃത്തി ചെയ്യേണ്ടി വരും. ഇതുവഴി സുമിത്രയ്ക്കും മക്കൾക്കും രാമന്റെ സ്നേഹവും സഹായവും ലഭിക്കുമെന്നും മന്ദര പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. മന്ദരയുടെ വിഷം പുരട്ടിയ വാക്കുകൾ ഫലം കണ്ടു. അപ്പോഴാണ് കൈകേയിക്ക് ദശരഥൻ പണ്ട് നൽകിയ വരങ്ങളെക്കുറിച്ച് മന്ദര ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ തമ്പനയിലിൽ സൂചിപ്പിച്ച ചോദ്യത്തിന്റെ പ്രസക്തി. യഥാർത്ഥത്തിൽ മന്ദര നിരപരാധിയാണ്. തനിക്കെന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്കറിയില്ല. എല്ലാം സരസ്വതി ദേവിയുടെ വിളയാട്ടം മാത്രം. ഒരിക്കൽ ദേവാസുരയുദ്ധം നടന്നുകൊണ്ടിരിക്കവേ സഹായത്തിനായി ഇന്ദ്രൻ ദശരഥനെ യുദ്ധത്തിന് ക്ഷണിച്ചു. ദശരഥൻ കൈകേയിയോടൊപ്പം യുദ്ധത്തിന് പോയി. യുദ്ധം തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞപ്പോൾ ദശരഥൻ സഞ്ചരിച്ച രഥത്തിലെ ചക്രത്തിന്റെ ആണി ഇളകിത്തുടങ്ങി. ഇത് കൈകേയിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ തന്റെ പെരുവിരൽ ചക്രത്തിലെ ആണിയോടൊപ്പം വെച്ച് യുദ്ധം കഴിയും വരെ നിന്ന് ദശരഥന്റെ ജീവൻ രക്ഷിച്ചു. ഇതുകണ്ട് സന്തുഷ്ടനായ രാജാവ് കൈകേയിക്ക് 2 വരം കൊടുത്തു. ഇപ്പോൾ ഈ വരങ്ങളെ ദശരഥന്റെ കയ്യിൽ വെക്കണമെന്നും ആവശ്യമുള്ളപ്പോൾ ചോദിച്ചു കൊള്ളാമെന്നും കൈകേയി സാദരം ഭർത്താവിനോട് പറഞ്ഞു. ഈ വരദ്വയങ്ങളെ ചോദിക്കണമെന്നാണ് മന്ധര കൈകേയിയെ ഓർമ്മിപ്പിക്കുന്നത്. സത്യത്തിൽ ഈ വരങ്ങളെ കുറിച്ച് കൈകേയി മറന്നിരിക്കുകയായിരുന്നു. ദശരഥൻ കൈകേയിയുടെ വിഷാദത്തിന്റെ കാരണമന്വേഷിച്ചു. ദശരഥൻ വരം നൽകാമെന്ന് സമ്മതിച്ചു. കൈകേയി ആവശ്യപ്പെട്ട വരങ്ങൾ ഭരതനെ രാജാവാക്കുക, രാമനെ വനവാസിയാക്കുക എന്നിവയായിരുന്നു. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ദശരഥൻ കൈകേയി ആവശ്യപ്പെട്ട വരങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. ഇതുകേട്ട് കോപതാപങ്ങളിൽ ആറാടി നിൽക്കുകയാണ് ആദിശേഷന്റെ അവതാരമായ ലക്ഷ്മണൻ. സഹോദരനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശ്രീരാമന്റെ വാക്കുകൾ: മനുഷ്യജീവിതം നശ്വരമാണ്. ഭാര്യ, ബന്ധുജനങ്ങൾ എന്നിവർക്കൊപ്പം നമ്മുടെ ജീവിതം കുറച്ചുകാലം മാത്രമേ അവശേഷിക്കുകയുള്ളൂ. ധനവും ഐശ്വര്യവും മനുഷ്യനിൽ എല്ലാ കാലവും നിലനിൽക്കുകയില്ല. അതുപോലെയാണ് യൗവനവും. മോഹമാകുന്ന മായയിൽ മുങ്ങിക്കിടക്കുന്നതിനാൽ ആയുസ്സു തീരുന്നതിനെ കുറിച്ച് ഓർക്കുക പോലും ചെയ്യുന്നില്ല. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തെ നിയന്ത്രിക്കണം. ശരീരം, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി, ജീവൻ എന്നിവകൾക്കെല്ലാം മുകളിൽ വസിക്കുന്നത് ആത്മാവാണ്. ശ്രീരാമൻ തന്റെ വനയാത്രയ്ക്ക് തയ്യാറായി. സീതയോട് അനുവാദം വാങ്ങുവാൻ ചെന്നപ്പോൾ കൂടെ വരണമെന്ന് സീത ശാഠ്യം പിടിച്ചു. ഗുരുജനങ്ങളോടും കൗസല്യ, സുമിത്ര, കൈകേയി തുടങ്ങിയ മാതൃജനങ്ങളോടും അനുവാദം വാങ്ങി യാത്രയ്ക്ക് തയ്യാറായപ്പോൾ കാഷായ വസ്ത്രം കൗസല്യ രാമന് നൽകി. രാമന്റെ അനുവാദത്തോടെ ലക്ഷ്മണനും കാഷായ വേഷധാരിയായി. സീത തനിക്കു ലഭിച്ച വസ്ത്രം എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു നിന്ന് രാമന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ രാമൻ തന്നെ സീതയെ മരവുരി എന്ന കാഷായ വസ്ത്രം അണിയിച്ചു. കൊട്ടാരമുറ്റത്ത് രഥം വന്നു നിന്നു. ഇതിനിടയിൽ രാമനെ വിളിച്ചുകൊണ്ട് ദശരഥന്റെ വിലാപമുയർന്നു. സീതാലക്ഷ്മണന്മാരോട് തേരിൽ കയറുവാൻ രാമൻ ആവശ്യപ്പെട്ടു. രഥം തമസാ നദിയുടെ തീരത്തിലേക്കാണ് പുറപ്പെട്ടത്. ജലം മാത്രം ഭക്ഷിച്ച് സീതയൊത്ത് മരച്ചുവട്ടിൽ കിടന്നുറങ്ങി. ലക്ഷ്മണൻ അംഗരക്ഷകനായി, നിദ്രാവിഹീനനായി, ചാപതൂണീരധാരിയായി നിലയുറപ്പിച്ചു.